السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം വായിച്ചിരുന്ന ബാബ് ജനങ്ങൾക്ക് അഫു ചെയ്യുന്നതിൻ്റെ, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിൻ്റെ, അവർക്ക് പുറത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. ആ ബാബിലെ അടുത്ത ഹദീസ് عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലിമു വയസ്സിറു വലാ തുഅസ്സിറു വഇദാ ഗളിബ അഹദുകും ഫൽയസ്കുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലിമു വയസ്സിറു, നിങ്ങൾ പഠിപ്പിക്കുക, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക, അതുപോലെ ദീനിയായ കാര്യങ്ങളും അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. വയസ്സിറു, അത് എളുപ്പമാക്കുക, അതായത് ആളുകളോട് അങ്ങേയറ്റത്തെ റിഫ്കോട് കൂടി, കൃപയോടുകൂടി, അവധാനതയോടുകൂടി വേണം അത് പഠിപ്പിച്ചു കൊടുക്കാൻ. വലാ തുഅസ്സിറു, അവർക്ക് ഞെരുക്കമുണ്ടാക്കുന്ന രീതിയിലാകരുത്, അഥവാ അവർക്ക് സാധിക്കാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടാവരുത് നിങ്ങൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഗളിബ അഹദുകും ഫൽയസ്കുത്, ആരെങ്കിലും, നിങ്ങളിൽ ആരെങ്കിലും കോപിച്ചാൽ, ദേഷ്യം വന്നാൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കോപിച്ചാൽ മിണ്ടാതിരിക്കട്ടെ എന്ന്. അതാണ് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അതായത് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ പുറത്തു കൊടുക്കുക എന്നുള്ളിടത്ത് ഏറ്റവും തടസ്സമാവുന്ന കാര്യമാണ് കോപം എന്നുള്ളത്. ഒരു മനുഷ്യനെ അവന്റെ നിയന്ത്രണത്തിൽ വിട്ട് പിശാച് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ നിലക്ക് മാറുന്ന ഒരവസ്ഥയാണ് കോപം എന്നുള്ളത്. കോപിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോപത്തിൽ എന്തെങ്കിലും പറയുന്ന ആളുകൾക്ക്, ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അവരുടെ കോപം അതിര് കവിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയാണ്, ആരെങ്കിലും കോപിതനായാൽ ഫലിയസ്കുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. എന്താണ് പറയാനുള്ള കാരണം ഉലമാക്കൾ പറഞ്ഞത് കാണാം, കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിലെ രക്തം ചൂടുപിടിക്കുന്ന, അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് പിശാചിന്റെ നിയന്ത്രണത്തിലേക്ക് അവൻ എത്തിച്ചേരുന്ന, അവന്റെ അവസ്ഥ മാറുന്ന ഒരു ഹാലാണ്. അതിലവൻ ബാത്തിലുകൾ സംസാരിച്ചു പോകും. അവന്റെ വാക്കെന്താണ് വരിക എന്ന് അവന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് അവൻ സംസാരിച്ചു പോകും. അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ കയ്യിൽ നിന്ന് പോകും, നിയന്ത്രണം വിട്ടുപോകും. ഏറ്റവും അധികം ഒരു മനുഷ്യന് മേലെ പിശാചിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രണ്ട് സമയങ്ങൾ, ഒന്ന് അവന്റെ ശഹവത്ത് അധികരിച്ചിരിക്കുന്ന സമയത്ത്, അവന്റെ ദേഹേച്ഛ ഒരു പരിധി വിട്ടിരിക്കുന്ന സമയത്ത്, രണ്ടാമത്തേത് അവന്റെ കോപം പരിധി വിടുന്ന സമയത്ത്. ഈ രണ്ട് സമയത്താണ് പിശാചിന് ഏറ്റവും അധികം ഒരു അടിമയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുക. ഈ രണ്ടെണ്ണത്തിൽ തന്നെയും ചില ആളുകൾ വ്യത്യസ്ത ആളുകളായിരിക്കും. ചില ആളുകൾക്ക് കൂടുതൽ ദേഹേച്ഛകളായിരിക്കും ഉണ്ടാവുക, ചില ആളുകൾക്ക് ദേഹേച്ഛകളെക്കാൾ കോപമായിരിക്കും ഉണ്ടാവുക. ഇവിടെ കോപമുണ്ടെങ്കിൽ, ദേഹേച്ഛയുള്ളവന് ചിലപ്പോൾ കോപം ഉണ്ടായിക്കൊള്ളുന്നില്ല, കോപം നിയന്ത്രിക്കാൻ പറ്റുന്ന ആളായിരിക്കും. പക്ഷേ കോപമുള്ള ഒരാൾക്ക് ദേഹേച്ഛയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നുള്ള മക്കൾ പറഞ്ഞു കാണാം. അത്രയധികം അവന്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്ന ഒരാളായിരിക്കും അധികമായി കോപിക്കുന്ന ആളുകൾ. അപ്പൊ കോപം വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് ഫലിയസ്കുത്, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ചില ഹദീസുകളിൽ കോപം വന്നാൽ എന്ത് പറയണം,
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. കോപം വന്നാൽ ഒരു ഹദീസിൽ കാണാം, ഇന്നി ലാ അലമു കലിമതൻ ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദു. ദേഷ്യം വരുന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കലിമത്ത് ഉണ്ട്, ആ കലിമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യം ഒഴിവായി കിട്ടും. എന്നിട്ട് പറഞ്ഞു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതാണ് കോപം വന്നാൽ പറയേണ്ടത്. അപ്പോൾ രണ്ട് രീതിയിൽ പിന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിൽക്കുന്ന അവസ്ഥയിലാണ് ഒരാൾക്ക് കോപം വരുന്നെങ്കിൽ അവൻ ഇരിക്കണം, ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവൻ കിടക്കണം, അങ്ങനെ വുളു എടുക്കണം, അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നീ നിലക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഹദീസുകൾ പറയാനുള്ള കാരണം കോപം വരുമ്പോൾ ഒന്ന് സംസാരം എന്താണ് പറയുന്നത് നിയന്ത്രണം വിട്ടുപോകും, രണ്ട് പ്രവർത്തനങ്ങൾ അവന് നിയന്ത്രണം വിട്ടുപോകും. അപ്പൊ സംസാരം എന്തെങ്കിലും തെറ്റായ രീതിയിൽ അപകടപരമായ രീതിയിൽ വരാതിരിക്കാനാണ് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ കൈയിന്റെയും ശരീരത്തിന്റെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനാണ് നിൽക്കുന്നവൻ ഇരിക്കാനും ഇരിക്കുന്നവൻ കിടക്കാനും പറഞ്ഞിട്ടുള്ളത്. കാരണം നിൽക്കുമ്പോൾ ഒരാൾക്ക് ചെയ്യുന്ന അത്ര ഒരു വേഗതയിൽ അല്ലെങ്കിൽ അപകടമായ രീതിയിൽ ഒരാൾക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റൂല. ഇരുന്നിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കുറവേ കിടന്നിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോപം എന്നുള്ളത് നമ്മെ നശിപ്പിച്ചു കളയുന്ന ഒരു സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് എന്നെ വേറൊരാൾ ഔസിനി എന്നെ ഉപദേശിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉപദേശം നൽകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ലാ തഗ്ബബ്, നീ കോപിക്കരുത്. വീണ്ടും ചോദിച്ചു, വീണ്ടും പറഞ്ഞു ലാ തഗ്ബബ്, വീണ്ടും ചോദിച്ചു, വീണ്ടും പറഞ്ഞു ലാ തഗ്ബബ്, നീ കോപിക്കരുത്. കോപിച്ചാൽ അവന്റെ സ്വഭാവം ഏറ്റവും മോശമായി തീരും. ജനങ്ങൾക്കിടയിൽ വിട്ടുവീഴ്ചയോടുകൂടി അല്ലെങ്കിൽ താഴ്മയോടുകൂടി ഇടപഴകാൻ അവന് സാധിക്കില്ല. അപ്പൊ ഈ ഹദീസിൽ മനസ്സിലാക്കാം, കോപം വരുന്ന ഒരുത്തൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വേറെ ഹദീസിൽ ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫലിജ്ലിസ്, അവൻ നിൽക്കുന്നവനാണെങ്കിൽ അവൻ ഇരിക്കട്ടെ. ഫഇൻ ദഹബ അൻഹുൽ ഗളബ് വഇല്ലാ ഫലിയൽതജി, എന്നിട്ടും അവന്റെ കോപം പോയിട്ടില്ല എങ്കിൽ അവൻ കിടക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ രണ്ടും എന്തിനാണ്? ഒന്ന് സംസാരം കൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ ഒരു അപകടം സംഭവിക്കാതിരിക്കാനാണ് ആ രണ്ട് കാര്യങ്ങളെയും കോപത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാനുള്ള വഴികൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബാബു അലിംബിസാത്തു ഇലന്നാസ്, ബാബു അലിംബിസാത്ത് ഇലന്നാസ്, ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തന്നെ ഇതിൽ പറയുന്നത് അതാ ഇബ്നു യസാർ ഖാല, അതാ ഇബ്നു യസാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ലഖീതു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഞാൻ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി, ശ്രേഷ്ഠനായ സഹാബിയാണ്. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്ത്, തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണം എന്താണ് എന്ന് എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് തൗറാത്തിൽ അറിവുള്ള ആളായിരുന്നു. തൗറാത്ത് വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് അറിവുള്ള ആളാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തൗറാത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞു. ഖാല, അപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല അജൽ, ഞാൻ പറയാം, വല്ലാഹി അല്ലാഹുവാണ്, ഇന്നഹു ലമൗസൂഫുൻ ഫിത് തൗറാത്ത് ബിബഅദി സിഫതിഹി ഫിൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ ഖുർആനിൽ പറ്റി പറഞ്ഞതിന്റെ തന്നെ ചില ഭാഗങ്ങളാണ്. ഖുർആനിൽ പറഞ്ഞതിന്റെ തന്നെ ചില രീതിയിലാണ് തൗറാത്തിലും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു, സൂറത്തുൽ അഹ്സാബിലെ 45-ാമത്തെ ആയത്ത്. എന്താണ്? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, ഏ നബിയെ, നാം നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ഷാഹിദായിട്ടാണ്, അഥവാ നിന്റെ ഉമ്മത്തിന് സാക്ഷിയായിക്കൊണ്ടാണ് നീ എത്തിച്ചു കൊടുത്തിട്ടുള്ളത് എന്നതിന് സാക്ഷിയായിട്ടാണ്. വമുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, നാളെ സ്വർഗത്തെ കുറിച്ചും അതിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ്. വനദീറൻ, താക്കീതുകാരനായിട്ടാണ്, നരകത്തെയും അതിലെ ശിക്ഷകളെ കുറിച്ച് താക്കീത് ചെയ്യുന്നവനായിട്ടാണ്. വഹിർസൻ ലിൽ, ഇത് ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ വിശേഷങ്ങൾ തൗറാത്തിലും ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം പറഞ്ഞു വഹിർസൻ ലിൽ ഉമ്മീയീൻ, ഉമ്മീയീൻ എന്ന് പറഞ്ഞാൽ അക്ഷര വിജ്ഞാനമില്ലാത്തവർ അല്ലെങ്കിൽ എഴുതാൻ അറിയാത്തവർ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ ആ സമൂഹത്തെ പറ്റി പല ആയത്തുകളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഉമ്മീയങ്ങളായിരുന്നു അവർ, അവർക്ക് എഴുത്തോ വായനയോ ഒന്നും പറയാത്ത. അപ്പൊ ഖുർആനിൽ തന്നെ സൂറത്തുൽ ജുമയിൽ കാണാം, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂല, അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക്
റസൂലിനെ അയച്ചവനാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ആളുകൾക്ക് ഹിർസൻ, ഒരു കാവൽക്കാരനാണ്, അഥവാ അവർക്ക് നേതാവായിക്കൊണ്ടുള്ള ആളാണ്. എന്നിട്ട് തൗറാത്തിൽ വന്നിട്ടുള്ള വേറെ ചില വാക്കുകൾ അല്ലാഹു തആല പറഞ്ഞതായ രീതിയിൽ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അൻത അബ്ദി വറസൂലി, തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിട്ട് അൻത അബ്ദി വറസൂലി, നീ എൻ്റെ അടിമയും എൻ്റെ റസൂലുമാണ്. അഥവാ രണ്ട് വിശേഷണം, ഒന്ന് ഉബൂദിയത്തിന്റെ വിശേഷണം, ഒന്ന് റിസാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലുമാണ്. സമ്മൈതുക അൽ മുതവക്കിൽ, നിന്നെ ഞാൻ മുതവക്കിൽ എന്ന് പേരിട്ടിരിക്കുന്നു. അഥവാ ഒരു വിശേഷണമാണ്, അഥവാ ഏതൊരു കാര്യത്തിനും അള്ളാഹുവിനെ ബലമേൽപ്പിക്കുന്നവൻ എന്ന വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലൈസ ബിഫദ്ദിൻ വലാ ഗലീദിൻ, നീ ബിഫദ്ദിൻ വലാ ഗലീദിൻ, നീ ഫദ്ദുമല്ല ഗലീദുമല്ല എന്ന് വന്നിട്ട് കാണാം. ഫദ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിത്ത സ്വഭാവമുള്ള ഒരാൾ. ഫദ്ദ് എന്ന് പറഞ്ഞാൽ ജാഫിയൻ സയ്യിൽ ഖുൽഖ്, വളരെ കടുത്ത സ്വഭാവമുള്ള, മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാൾ. എന്തെങ്കിലും ഒരു കാര്യം പരിഗണിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഇല്ലാത്ത കടുത്ത സ്വഭാവമുള്ള ആൾക്കാണ് ഫദ്ദ് എന്ന് പറയുക. അൽ ഗലീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിദ്ദുർറിഖ, നൈർമല്യത്തിനെതിരായിട്ടുള്ളത്. രണ്ടും ഒരേ ആശയം തന്നെ. കടുപ്പമുള്ള, വൃത്തികെട്ട, മോശമുള്ള സ്വഭാവമുള്ള ഒരാളായിട്ടല്ല നിന്നെ നാം നിയോഗിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതന്നെ ഖുർആനിലുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല സൂറത്ത് ആലി ഇംറാനിലെ 159-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. അല്ലാഹു തആലയുടെ കാരുണ്യമായി കൊണ്ട് നീ എന്തായിട്ടുണ്ട്, നിന്റെ ഒപ്പമുള്ള ആളുകളോട് കൃപയോടുകൂടി പെരുമാറുന്ന ആളായിട്ടുണ്ട്. നീ എങ്ങാനും ഫദ്ദൻ ഗലീദൻ, കടുത്ത വൃത്തികെട്ട സ്വഭാവമുള്ള ആളായിരുന്നെങ്കിൽ ഗലീദൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക്, നിന്റെ ചുറ്റിൽ നിന്ന് നിന്റെ സഹാബിമാർ അവർ നിന്നെ വിട്ടു പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ വിശേഷണം തൗറാത്തിലും വന്നിട്ടുണ്ട് എന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയുള്ള ആളല്ല, പരിപരുത്ത സ്വഭാവമുള്ള, ആളുകളോട് കടുപ്പത്തിൽ പെരുമാറുന്ന അങ്ങനെയുള്ള ഒരാളല്ല, വളരെ നൈർമല്യത്തോടുകൂടി പെരുമാറിയിരുന്ന ആളായിരുന്നു. വലാ സഖാബ് ഫിൽ അസ്വാഖ്, അതുപോലെ തന്നെ പറഞ്ഞു വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, ബഹളം വെച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായിട്ടല്ല നിന്നെ നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വിശേഷണമാണ് അങ്ങാടികളിൽ ബഹളം വെക്കുന്ന, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, തർക്കമുണ്ടാക്കുന്ന ആ രീതിയിലുള്ള ഒരാളുമല്ല. ഇതൊക്കെ തൗറാത്തിൽ വന്നിട്ടുള്ള വിശേഷണങ്ങളാണ്. വലാ യദ്ഫഉ ബിസ്സയ്യിഅതി അസ്സയ്യിഅ, അതുപോലെ തന്നെ ഇങ്ങോട്ടൊരാൾ ഉപദ്രവം ചെയ്താൽ അങ്ങോട്ടും തിരിച്ച് ഉപദ്രവിക്കുന്ന ഒരാളായിട്ടല്ല നിന്നെ നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണം തൗറാത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങോട്ടൊരാൾ മോശമായി പെരുമാറി, അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി, തിരിച്ചും അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ട് ചെയ്യുന്ന മോശത്തിനെ, സയ്യിഅത്ത് കൊണ്ട് പ്രതികരിക്കുന്ന ഒരാളല്ല നിന്നെ. എന്നിട്ട് പറഞ്ഞു വലാകിൻ യഅഫു വയഗ്ഫിർ, പക്ഷേ നീ എങ്ങനെയുള്ള ആളാണ്, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന, ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരാളായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി തൗറാത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. നമ്മൾ പറയുന്ന ബാബ് എന്താണ്, ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ വിട്ടുവീഴ്ചയോടുകൂടിയും ഏറ്റവും നൈർമല്യത്തോടു കൂടിയും ഇടപഴകുക എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിട്ട് ഖുർആനിൽ വന്നിട്ടുള്ളതും അതിനു മുമ്പ് തന്നെ തൗറാത്തിലും വന്നിട്ടുള്ള വിശേഷണങ്ങളാണിത്. അതിൽപ്പെട്ട കാര്യങ്ങളാണ് മറ്റുള്ള ആളുകളോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പുറത്തു കൊടുത്തിട്ടുള്ള സ്വഭാവം എന്നുള്ളത്. അപ്പൊ ഈ ഉമ്മത്തിലെ നമ്മുടെ നേതാവിന്റെ സ്വഭാവമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾ എല്ലാ രീതിയിലും വേണം, വേഷത്തിലും രൂപത്തിലും മാത്രമല്ല, സ്വഭാവത്തിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രീതികൾ മനസ്സിലാക്കുകയും അത് പിൻപറ്റുകയും വേണം. എന്നിട്ട് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വലൻ യഖ്ബിദഹു അല്ലാഹു തആല ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തുൽ ഔജാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മില്ലത്ത് പൂർത്തിയായി ഏറ്റവും നല്ല രീതിയിൽ വെക്കുന്നത് വരെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റൂഹ് പിടിച്ചിട്ടില്ല. ബി അൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആളുകൾ പറഞ്ഞാൽ വയഫ്തഹു ബിഹാ അഅ്യുനൻ ഉമ്യൻ, അതിലൂടെ അന്ധമായ കണ്ണുകൾക്ക് തുറവി ലഭിക്കും. വആദാനൻ സുമ്മൻ, ബധിരമായിട്ടുള്ള കാതുകൾക്ക് കേൾവി ലഭിക്കും. വഖുലൂബൻ ഖുൽഫൻ,
തലതിരിഞ്ഞിട്ടുള്ള മൂടിവെക്കപ്പെട്ടിട്ടുള്ള ഖൽബിന് തുറവി ലഭിക്കുന്നതാണ്. അതായത് ഇസ്ലാം സ്വീകരിക്കുന്നത് വഴി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നത് വഴി അവർക്ക് അന്ധതയും ബധിരതയും ഇല്ലാത്ത ഖൽബിന് മൂടിവെക്കപ്പെടാത്ത അവസ്ഥ, അഥവാ കുഫാറുകളുടെ ലക്ഷണമാണത്. കുഫാറുകളെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർക്ക് കണ്ണുണ്ടെങ്കിലും എന്തില്ല, കാഴ്ചയില്ല. അവർക്ക് കാതുണ്ടെങ്കിലും അവർ ഹക്ക് മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല. അവരുടെ ഖൽബിലാണെങ്കിലോ തലതിരിഞ്ഞു പോയിട്ടുണ്ട്, മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്, ആ ഇസ്ലാം കൊണ്ട് യഥാർത്ഥ കാഴ്ച, അഥവാ ഒരു കാര്യം പരലോകമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അത് കേൾക്കാനും അത് ചിന്തിക്കാനും സാധിക്കുന്നു എന്നുള്ളത്. ഭാവുമായി ബന്ധപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ ഇതിൽ പറഞ്ഞതാണ്. പരുപരുത്ത സ്വഭാവക്കാരനോ കടുത്ത ഹൃദയമുള്ള ആളല്ല. അതുപോലെ തന്നെ അങ്ങാടിയിൽ ബഹളം വെച്ച് നടക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരാളല്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് തിരിച്ച് അങ്ങോട്ട് അതുപോലെ ഉപദ്രവിക്കുന്ന ആളല്ല. പകരം വിട്ടുവീഴ്ച ചെയ്യുന്ന, പുറത്തു കൊടുക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവ ഗുണം ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളിലും ഉണ്ടാകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി തൗറാത്തിൽ തന്നെ പരാമർശിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ധരിച്ചിട്ടുള്ളൊരു കാര്യം, ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതുപോലെ തന്നെ തിരിച്ചു ചെയ്യണമെന്നാണ്, എന്നാലേ ഞാൻ വിജയിക്കുള്ളൂ എന്നാണ്. പക്ഷേ അല്ലാഹു തആല ഖുർആനിൽ ധാരാളം തവണ പറഞ്ഞിട്ടുള്ള എന്താണ്? സൂറത്തുൽ മുഅ്മിനൂനിലെ 96-ാമത്തെ ആയത്തിൽ കാണാം, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. ഇങ്ങോട്ട് തെറ്റ് ചെയ്യുന്ന, എന്തെങ്കിലും ഉപദ്രവമോ കുഴപ്പങ്ങളോ ഉണ്ടാക്കുന്ന ആളുകളോട് അങ്ങോട്ട് എങ്ങനെ ചെയ്യണം? അങ്ങോട്ട് ഇഹ്സാൻ ചെയ്യാനാണ് പറഞ്ഞത്. വേറെ ആയത്തിൽ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ തിരിച്ച് അവർക്ക് നന്മ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ആളുകളോട് അങ്ങോട്ട് നന്മ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്ര വിശാലമായ ഒരു ഖൽബുള്ള ആളുകൾക്ക് സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുന്ന ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ആ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അത് പകർത്താനും അത് മനസ്സിലാക്കാനും പരിശ്രമിക്കണം. അടുത്ത ഹദീസ്, عن معاوية رضي الله عنه قال سمعت من النبي صلى الله عليه وسلم كلاما نفعني الله به سمعته يقول أو قال سمعت رسول الله صلى الله عليه وسلم يقول. معاوية رضي الله عنه പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്, എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് അതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇന്നക ഇദ തബഅത റൈബത ഫിന്നാസ് അഫ്സദ്തഹും. ജനങ്ങളിലുള്ള സംശയങ്ങളെ നീ പിൻവെക്കുകയാണ് എങ്കിൽ നീ അവരെ കുഴപ്പത്തിലാക്കുന്നതാണ്, അല്ലെങ്കിൽ അവരിൽ പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക്. അതായത് നമ്മൾ മുൻപ് പല ഹദീസുകളിലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു മുസ്ലിമിന്റെ മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകൾ ഒരാൾ ചികഞ്ഞന്വേഷിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരാളുടെ ന്യൂനത ചികഞ്ഞന്വേഷിച്ച് അതിന് പിന്നാലെ പോകാൻ പാടില്ല എന്നുള്ളത്. അതിൽപ്പെട്ട കാര്യം തന്നെയാണ് ആളുകളെ സംശയത്തോടു കൂടി മാത്രം നോക്കരുത് എന്നുള്ളത്. ഇവിടെ ഹദീസിൽ പറയാണ്, ആളുകളെ സംശയത്തോടു കൂടി അതിന് പിന്നാലെ നോക്കിക്കൊണ്ട് പോവുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ ആളുകൾക്കിടയിൽ കുഴപ്പവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, അവരാളുകളായിട്ട് ഇടപഴകുമ്പോൾ എല്ലാവരെയും ഒരു സംശയത്തിന്റെ കണ്ണോടുകൂടി നോക്കി, ഇവൻ ഇങ്ങനെ ഒരാളായിരിക്കും, ഇവൻ ഇത്തരക്കാരനായിരിക്കും, ഇവൻ ഇങ്ങനെയുള്ള പെരുമാറ്റമായിരിക്കും, ഇവൻ അങ്ങനെ ആയിരിക്കും, എന്നാൽ സംശയത്തെ പിന്തുടർന്നുകൊണ്ട് മാത്രം ആളുകളെ വിലയിരുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് ആ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ കുഴപ്പങ്ങളാണ് ഉണ്ടാവുക. ഓരോ കുഴപ്പങ്ങൾക്ക് അത് കതക് തുറന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആളുകളുടെ ന്യൂനതകളെ അന്വേഷിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ആളുകളെ ഒരു സംശയത്തിന്റെ കണ്ണിലാക്കിക്കൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയോ ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. ആളുകളിൽ നിന്ന് കുറവുകളുണ്ടെങ്കിൽ, കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കുന്നത്ര പുറത്തു കൊടുക്കുക. ജാഹിലീങ്ങളാണെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. അല്ലാതെ എല്ലാവരെയും സംശയത്തിന്റെ കണ്ണോടുകൂടി കാണാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബാബു തബസ്സും, പുഞ്ചിരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. عن جرير رضي الله عنه قال ما رآني رسول الله صلى الله عليه وسلم منذ أسلمت إلا تبسم
ഫീ വജ്ഹി. ജരീർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടിട്ടില്ല ഇസ്ലാം സ്വീകരിച്ചത് മുതൽ എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയോടുകൂടി അല്ലാതെ. അഥവാ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ ഞാൻ എപ്പോഴും ആളുകളോട്, മുസ്ലിമുകളോട് ചിരിക്കുന്ന ഒരാളായിട്ടാണ് ഉണ്ടായിരുന്നത് എന്ന സഹാബി പറയാണ്. ആ സഹാബിയെ പറ്റി വേറൊരു ഹദീസും വരുന്നുണ്ട്. ആ സഹാബിയുടെ പ്രത്യേകതയായിട്ട് ധാരാളം മുസ്ലിമീങ്ങളോട്, ആളുകളോട് പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ തമ്മിൽ കാണുമ്പോൾ, സഹോദരങ്ങൾ തമ്മിൽ കാണുമ്പോൾ അവർ പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തബസ്സം ലി വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ചിരിക്കുക എന്നുള്ളത് അത് സദഖയാണ് എന്ന് പഠിപ്പിച്ച ദീനാണ് നമുക്കുള്ളത്. പലപ്പോഴും ഇന്ന് ആളുകൾക്ക് ചിരിക്കുക എന്നുള്ളത് തന്നെ അതെന്തോ ശരിയല്ല, അതൊരു മര്യാദക്കുറവാണ് എന്ന നിലയ്ക്ക് വരെ ചിന്തിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിട്ടുള്ള കാര്യമായിരുന്നു ആളുകളോട് പുഞ്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ പരസ്പരം മുസ്ലിമീങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ പ്രകൃതിയാ ഉള്ള ചില കാര്യങ്ങൾ പോലും മഹത്തായ ഒരു കാര്യമായിട്ട് ദീനിൽ പഠിപ്പിക്കുകയാണ്. അത് കാരണം മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം നന്നാവാനും അവർ തമ്മിൽ സ്നേഹമുണ്ടാകാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാവും. അപ്പൊ ഈ സഹാബി പറയാണ്, ഇസ്ലാം സ്വീകരിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുഖം പുഞ്ചിരിക്കുന്ന അവസ്ഥയിലല്ലാതെ കണ്ടിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ അവസ്ഥയിലുമെല്ലാം ചിരിക്കാറുണ്ടായിരുന്നു. ഇവിടെ പുഞ്ചിരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം, ഒരിക്കലും ഖഹ്ഖഹത്ത് പൊട്ടിച്ചിരിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല്ലെല്ലാം വെളിവാകുന്ന രീതിയിൽ ആ രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചിരിക്കേണ്ടത് പിന്നെ വളരെ ചെറിയ രീതിയിലുള്ള പുഞ്ചിരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതേ ബാബിലെ അടുത്ത ഹദീസ്, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കൽ, യദ്ഖുലു ഫീ ഹാദൽ ബാബി റജുലുൻ മിൻ ഖൈരിൻ ദി യമൻ. ഒരിക്കൽ മസ്ജിദിലായിരിക്കണം, മസ്ജിദിന്റെ കവാടത്തെ കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കവാടത്തിലൂടെ ഇപ്പൊ ഒരാൾ, ഖൈറുള്ള ഒരാൾ, യമൻകാരനായിട്ടുള്ള ഒരാൾ അവൻ കടന്നു വരും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അലാ വജ്ഹിഹി മസ്ഹതു മലക്കിൻ, ആ വ്യക്തിയുടെ മുഖത്ത് മലക്ക് സ്പർശിച്ച പോലെയാണ് അവന്റെ മുഖം എന്ന് പറഞ്ഞു. അവന്റെ മുഖത്ത് മലക്കിന്റെ സ്പർശനമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ ആരാണ് വരുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ച അസ്ഹാബി ഫദഖല ജരീർ റളിയല്ലാഹു അൻഹു, ജരീർ റളിയല്ലാഹു അൻഹു അതിലൂടെ കടന്നു വരുന്നത്. എവിടെ മലക്കിന്റെ സ്പർശനം എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചത് എന്താണ്? അസറും മിനൽ ജമാൽ ലിഅന്നഹു അബദൻ യസിഫൂനൽ മലായിക ബിൽ ജമാൽ, അഥവാ ആ പുഞ്ചിരി കൊണ്ടുള്ള ഒരു സൗന്ദര്യം. കാരണം മലക്കുകളെ ആ രീതിയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, അവർക്കല്ല സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ ആ രീതിയിലാണ് മലക്കുകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുഞ്ചിരി തൂകുന്ന ഒരു മുഖത്തോടു കൂടി എപ്പോഴും ആ ഒരു അവസ്ഥയിലായിരുന്നു ജരീർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് ഈ സഹാബിയെ പറ്റി പറഞ്ഞത് കാണാം. പിന്നെ പുഞ്ചിരിച്ച ഒരു മുഖവുമായിട്ടായിരുന്നു ജരീർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിരുന്നത്. പുഞ്ചിരിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. عن عائشة رضي الله عنها زوج النبي صلى الله عليه وسلم قال, മറ്റൊരു ഹദീസ് ഈ ബാബിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കാറ്, ما رأيت رسول الله صلى الله عليه وسلم ضاحكا قط حتى أرى منه لهوات നബി സല്ലല്ലാഹു ലഹവാതുഹു حتى أرى منه لهواته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചെറുനാവ് കാണുന്നത് വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. പൊട്ടിച്ചിരിക്കുമ്പോഴല്ലോ, വായ തുറന്ന് പൊട്ടിച്ചിരിക്കുമ്പോഴാണല്ലോ ആ ചെറുനാവ് കാണുക. അങ്ങനെ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് തന്നെയില്ല. വഇന്നമാ കാന യതബസ്സമു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കാറാണ് ഉണ്ടായിരുന്നത്. ചില ഹദീസ് കാണാം, ഈ അണപ്പല്ല് കാണുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുണ്ട്, ആ രീതിയിൽ ചെയ്തു, പക്ഷെ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥ ഇല്ല. ഖാലത്ത്, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇതാണ് നമ്മുടെ ഹദീസ് ബാബുമായി ബന്ധപ്പെട്ടത്, പക്ഷേ ഈ ഹദീസിന്റെ തുടർച്ചയിൽ പറയാണ്, വകാന ഇദാ റആ ഗൈമൻ ഔ റീഹൻ ഉരിഫ ഫീ വജ്ഹിഹി, ആകാശത്ത് കാർമേഘങ്ങളോ അല്ലെങ്കിൽ കാറ്റോ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അത് പ്രകടമായി കാണാറുണ്ട്.
വേറെ റിവായത്തിൽ കാണാം, ഇദാ റഅ മഖീലതൻ ദഖല വഖറജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാർമേഘം കൂടി കാറ്റ് വീശുന്ന സമയം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കയറി പുറത്തിറങ്ങുന്ന, വഖബല വദ്ബറ വതഗയ്യറ വജ്ഹഹു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മുഖം മാറുമായിരുന്നു. വഇദാ മതറത്തുസ് സമാ സുജിഅ അൻഹു, അങ്ങനെ ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുമായിരുന്നു. ഫഖാലത്ത്, അപ്പൊ അങ്ങനെ കാർമേഘങ്ങളും കാറ്റൊക്കെ കാണുമ്പോൾ അതൊരു വെപ്രാളം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസ്വസ്ഥത കാണാറുണ്ട്. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ സന്തോഷം കാണാറുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നന്നാസ ഇദാ റഅൗ അൽഗൈമ ഫരിഹു, ജനങ്ങളതാ പിന്നെ ആ കാർമേഘമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ സന്തോഷിക്കുകയാണ്, ആളുകൾക്ക് സന്തോഷം ഉണ്ടാവുകയാണ്. റജാ യകൂന ഫീഹിൽ മത്തർ, കാരണം എന്താണ്, മഴ പെയ്യല്ലോ എന്നുള്ള സന്തോഷമാണ് അവർക്ക്. വഅറാക ഇദാ റഅയ്തഹു ഉരിഫത് ഫീ വജ്ഹികൽ കറാഹ, പക്ഷെ റസൂലെ, ഞാൻ നിങ്ങളെ കാണുമ്പോൾ ആകാശത്ത് കാർമേഘങ്ങളും കാറ്റൊക്കെ വീശുമ്പോൾ നിങ്ങൾക്ക് എന്തോ അതിനോടൊരു വെറുപ്പുള്ള പോലെയാണല്ലോ കാണുന്നത് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ മാ യുഅ്മിന്നി അയ്യകൂന ഫീഹി അദാബുൻ, എന്ന് പറഞ്ഞു, ഞാൻ നിർഭയനല്ല, എന്നെ ആ കാര്യം നിർഭയരാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പേടിപ്പിക്കുന്നത് അതൊരു ശിക്ഷയായിരിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ആകാശത്ത് കാർമേഘങ്ങളും കാറ്റും വീശുന്ന ശിക്ഷയായിരിക്കുമോ എന്ന്. കാരണം മുൻപ് പല സമൂഹങ്ങളെയും കാറ്റ് കൊണ്ട് അള്ളാഹു ശിക്ഷിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ആ ശിക്ഷ വരുന്ന കാർമേഘത്തെയും കാറ്റിനെയും കാണുന്ന സന്ദർഭത്തിൽ ആ സമൂഹം, ആ ശിക്ഷ അനുഭവിച്ച സമൂഹം അത് മഴ പെയ്യാൻ പോവുകയാണ് കാണുമ്പോൾ അവർ സന്തോഷത്തോടുകൂടി പറഞ്ഞിരുന്നു. സൂറത്തുൽ അഹ്ഖാഫിലെ 24-ാമത്തെ ആയത്ത്, ഹാദാ ആരിദുൻ മുംതിറുനാ, അതാ നമുക്ക് മഴ പോവാണ് എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എന്തായത്, അവർക്ക് കാറ്റും മഴയും അതുപോലെ ശിക്ഷയായിക്കൊണ്ടാണ് അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയാറുണ്ടായിരുന്നത്, വിശ്വാസിയുടെ മുഖം മാറാറുണ്ടായിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പോൾ മഴ പെയ്യുന്ന കാർമേഘത്തെയും കാറ്റിനെയും കാണുമ്പോൾ നമ്മളെല്ലാവരും പല സന്ദർഭത്തിലും എല്ലാത്തിന്റെയും ഖൈറിനെയാണ് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ആവട്ടെ. പക്ഷേ പല സമൂഹങ്ങളും മുൻപ് ആ മഴ കാരണത്താലും കാറ്റ് കാരണത്താലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബേജാറാകാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. നമ്മുടെ ബാവുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല, പുഞ്ചിരികളാണ് ഉണ്ടായിരുന്നത് എന്ന്. അടുത്ത ബാബു വഹിക്, ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതായത് തബസ്സുമ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക എന്നുള്ളത്, അത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം അദബുകളാണ്, ഒരു മുസ്ലിം ഉണ്ടാകേണ്ട അദബുകളുടെ ബാബിലുള്ള ഹദീസുകളാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ബാബു വഹിക് എന്ന് പറഞ്ഞാൽ ആ പുഞ്ചിരിയെ വിട്ടുകൊണ്ട് അല്ലാതെയുള്ള ചിരികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അധികരിച്ച ചിരികളെ സംബന്ധിച്ചാണ് പറയുന്നത്. മനസ്സിലാകും, തബസ്സുമും വഹിക്കും വ്യത്യാസമുണ്ട്. തബസ്സും എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള പുഞ്ചിരികളാണ്. വഹിക് എന്ന് പറഞ്ഞാൽ അല്ലാതെയുള്ള ചിരികൾ, അത് പരിധി വിടുന്നതും അതുപോലെ അധികരിക്കുന്നതും അത് പൊട്ടിച്ചിരികളാകുന്നതും അപകടമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ചിരികളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അഖില്ല, അല്ലെങ്കിൽ വേറെ റിവായത്തിൽ ലാ തുക്സിറു അദ്ദഹിക്, നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത്, അല്ലെങ്കിൽ ചിരി നിങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞു. ഫഇന്ന കസ്റത അദ്ദഹിക് തുമീതുൽ ഖൽബ, കാരണം അധികരിച്ച ചിരി എന്നുള്ളത് ഖൽബിനെ മരിപ്പിക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി. അതായത് നമ്മുടെ ഖൽബിന് ജീവൻ ഉണ്ടാകുന്ന ഏറ്റവും നല്ല അവസ്ഥയുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഖൽബിന് ഖസ്വത്ത് ബാധിക്കുന്ന, കടുപ്പം ബാധിക്കുന്ന അവസ്ഥയുമുണ്ട്. ഈ ഖൽബിന് ഖസ്വത്ത് ബാധിപ്പിക്കുന്ന വിഷയങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് പല ഫുദൂലുകളും അധികരിക്കുക എന്നുള്ളത്. ഒരാളുടെ സംസാരം അധികരിക്കുക, ഒരാളുടെ ഉറക്കം അധികരിക്കുക, ഒരാളുടെ ഭക്ഷണം അധികരിക്കുക, അതുപോലെ ഒരാളുടെ ചിരി അധികരിക്കുക എന്നുള്ളത്. ഇതെല്ലാം ഹദീസുകളും അസറുകളുമായി വന്നിട്ടുള്ള വിഷയമാണ്. അതൊരു പരിധി വരെ കുഴപ്പമുണ്ടാക്കില്ല. പക്ഷെ ഒരു പരിധി വിട്ട് ഈ കാര്യങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖൽബിന് പിന്നെ ഖസ്വത്ത് ബാധിക്കും, ഒരു കടുപ്പം ബാധിക്കും.
നമുക്ക് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഖബറിലെയോ നരകത്തിലെയോ ശിക്ഷകളെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടാനോ അള്ളാഹുവിനോടുള്ള ഈമാനിന്റെയും അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെയും ആസ്വാദനം ആസ്വദിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകും. അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് അധികമായി ചിരിക്കുക എന്നുള്ളത്. അധികമായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചിരിയും കളിയും തമാശയിലുമായി മുഴുകുന്ന ഒരവസ്ഥ നമുക്കുണ്ട് എങ്കിൽ നാം ഭയപ്പെടേണ്ടത് നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന ഖസ്വത്താണ്. ഖൽബിനെ മരിപ്പിച്ചു കളയുന്ന പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ജീവല്ലാത്ത അവസ്ഥയാവും. പിന്നെ നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിന് നമ്മുടെ ഖൽബ് തയ്യാറാകില്ല. എപ്പോഴും എന്തെങ്കിലും തമാശയിലും കളിയിലുമായിട്ട് മാത്രം മുഴുകാനായിരിക്കും. അപ്പോൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരിധി വിടാതെയുള്ള ചിരി നമുക്ക് പറ്റും. എന്നാൽ അതിന് വിട്ടുകൊണ്ടുള്ള അധികരിച്ച ചിരി അത് നമുക്ക് അപകടമാണ്. ഈ ബാബിൽ തന്നെ അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه പറയാണ് خرج النبي صلى الله عليه وسلم على رهط من أصحابه يضحكون ويتحدثون فقال ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സഹാബികൾ കൂടിയിരുന്ന് വർത്താനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തുകൂടെ കടന്നുപോയി. ആ കടന്നുപോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലൗ തഅലമൂന മാ അലം, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, അഥവാ ഞാൻ അറിഞ്ഞിട്ടുള്ള തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്തുള്ള ശിക്ഷയും അവിടുത്തെ ഭയാനകതകളും ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലവഹിക്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ കാണാം, അതിനോടൊപ്പം വമാ തലസ്സൽതും ബിന്നിസാഇ അലൽ ഫുർഷ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ കിടപ്പറയിൽ ആസ്വദിക്കുകയില്ല. വല ഖറജ്തും ഇല സുഉദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ വിജനമായ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി അള്ളാഹുവിനോട് രക്ഷ ചോദിച്ച് നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും ധാരാളം പൊട്ടിച്ചിരിക്കുന്ന സഹാബികളോട് പോയിട്ട് പരലോകത്തിന്റെ ഭയാനകതകളെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പം മൻസറഫ, ഇതും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, ആ ആൾക്കാരിൽ നിന്ന് പോയി, സഹാബികളിൽ നിന്ന് പോയി. പക്ഷേ ആ സഹാബികൾ എന്തായി? കരയാൻ തുടങ്ങി. ഇത് കേട്ട് പലരും കരയാൻ തുടങ്ങി. അവർ ചില റിവായത്തുകൾ കാണാം, മുഖം കുത്തിപ്പിടിച്ച് തേങ്ങിക്കൊണ്ട് കരയാൻ തുടങ്ങി. പലർക്കും ഭയപ്പാടായി, പലർക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വരുന്ന അവസ്ഥയിൽ ചില ആളുകളായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയല്ലോ. വഅല്ലാഹു അസ്സ വജല്ല ഇലൈഹി, ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി ഇറക്കി, യാ മുഹമ്മദ്, എ മുഹമ്മദ്, ലിമ തുഖന്നിതു ഇബാദി, മുഹമ്മദ് എന്തിനാണ് എൻ്റെ അടിമകളെ നിരാശപ്പെടുത്തിയത്? അപ്പൊ ഇത് വഹിയായിട്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫറജഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹാബികളുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അബ്ശിറൂ വസദ്ദിദൂ വഖാരിബൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. വസദ്ദിദൂ, നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുക, അഥവാ യഥാർത്ഥ ഇൽമു പഠിച്ച് അതിനനുസരിച്ച് അമൽ ചെയ്ത് ജീവിതത്തിൽ നേരാവണ്ണം നിലനിൽക്കുക. വഖാരിബൂ, നിങ്ങൾ അതിര് കവിയാതെ കുറവ് വരാതെ അതിനോട് ചേർന്ന് നിൽക്കുക. അതായത് ചിലപ്പോൾ എന്തെങ്കിലും കുറവുകൾ പാപങ്ങൾ സംഭവിച്ചു പോയാൽ തൗബ ചെയ്ത് അതിനോട് അടുത്തിക്കുക. എപ്പോഴും ആ ഇസ്തിഖാമത്തിലായിക്കൊണ്ട് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഓർമ്മപ്പെടുത്തി. ഇവിടെ എന്താണ്? ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ ഭയാനകത പറഞ്ഞ് താക്കീത് ചെയ്തപ്പോൾ, ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിൽ ചില സഹാബികൾ എന്തായി? അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശയിലായി. കാരണം അവർ ഗഫലത്തിലായിക്കൊണ്ട്, അശ്രദ്ധയിലായിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചതാണ്. പക്ഷേ ആ അശ്രദ്ധയേക്കാൾ അപകടമാണ് എന്ത്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വരിക എന്നുള്ളത്. ഒരാൾ അശ്രദ്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, ഒരാൾ പാപം ചെയ്യുന്നതിനേക്കാൾ അപകടം എന്താണ്? ആ പാപം അള്ളാഹു പുറത്തു തരില്ല എന്നുള്ള നിരാശയിലാകുന്നത്. പാപം ചെയ്യുന്നത് ഒരു അപകടമാണ്. അതിനേക്കാൾ വലിയ അപകടമാണ് അള്ളാഹു ഇത് പുറത്തു തരില്ല എന്ന് വിശ്വസിച്ച് നിരാശപ്പെട്ട അവസ്ഥയിലാകുക എന്നുള്ളത്. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഒരു കുനൂത്ത്, അല്ലാഹു തആലയുടെ കാരുണ്യത്തിൽ നിരാശ വരുന്ന മാറ് പേടിയായപ്പോൾ
ആ സമയത്ത് അല്ലാഹു തആല വഹി ഇറക്കുകയാണ്. ആ വാക്കിന്റെ ഒരു ആലോചിക്കും, യാ മുഹമ്മദ് ലിമ തുഖന്നിതു ഇബാദി, മുഹമ്മദ് എന്തിനാണ് എൻ്റെ അടിമകളെ നീ നിരാശപ്പെടുത്തുന്നത്? കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞാണ്, ഖുർആനിൽ എന്താ പറഞ്ഞത്? സൂറത്തുൽ സുമർ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കാരണത്തിൽ എന്ത് വേണ്ട? നിരാശ വേണ്ട എന്നുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ഇസ്തിഖാമത്തോടുകൂടി നേരെ നിൽക്കാൻ, ജീവിതത്തിൽ ആ ഇൽമും അമലുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പരിശ്രമിച്ച് എന്തെങ്കിലും കുറവുകൾ വന്നാൽ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങി ഏറ്റവും മിതത്വത്തോടു കൂടി ആ ദീനിൽ ഉറച്ചു നിൽക്കാൻ ആ സ്വഹാബികളെ വന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടു പോകാതെ ഖൗഫിന്റെയും റജാഇന്റെയും ഇടയിലായിരിക്കണം ഒരു അടിമയുടെ ഈമാൻ ഉണ്ടാവേണ്ടത്. അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് മാത്രം അള്ളാഹിനെ ഇബാദത്ത് ചെയ്താൽ ശരിയാവുമോ? ഇല്ല. അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയിൽ മുഴുവൻ വെച്ചിട്ട് എന്തിനാലും സ്വർഗം കിട്ടും പറഞ്ഞ് വിചാരിച്ചാൽ അത് ശരിയാവോ? ഇല്ല. അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് ഇബാദത്ത് ചെയ്താൽ ഖവാരിജികളെ പോലെയാവും. അള്ളാഹുവിന്റെ പ്രതീക്ഷ കൊണ്ട് ചെയ്താൽ മുർജിയാക്കളെ പോലെയാവും. എന്താണ് ഏറ്റവും നേരായ മാർഗം? എന്താണ്? ഭയവും പ്രതീക്ഷയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകലാണ്. അവനൊരു നന്മ ചെയ്താൽ അവന് പ്രതീക്ഷ ഉണ്ടാവും അള്ളാഹു സ്വീകരിക്കുമെന്ന്, അവന് ഭയമുണ്ടാകും അള്ളാഹു തആല ഇത് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ളത്. ഒരു പാപം ചെയ്താൽ അവന് പ്രതീക്ഷയുണ്ടാകും, അവന് ഭയമുണ്ടാകും അള്ളാഹു ഇത് ശിക്ഷിക്കുമല്ലോ എന്നുള്ളത്. അവന് പ്രതീക്ഷയുണ്ടാകും അള്ളാഹു തആലയുടെ അടുക്കൽ തൗബ ചെയ്ത് മടങ്ങിയാൽ ഇത് പുറത്തു കിട്ടുമല്ലോ എന്നുള്ളത്. ഒരു മുസ്ലിം ഏത് സമയത്തും ഖൗഫിന്റെയും റജാഇന്റെയും നടുവിലായിരിക്കും. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പൊട്ടിച്ചിരിച്ച ആ സ്വഹാബികളോട് ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്. എന്താണ്? പരലോകത്തെ അള്ളാഹു കുറ്റവാളികൾക്ക് നൽകുന്ന ശിക്ഷയും അതിന്റെ ഭയാനകതകളും നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലളഹിഖ്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, വളരെയധികം കരയുമായിരുന്നു. അടുത്ത ബാബു ഇദാ അഖ്ബല ജമീഅൻ വഇദാ അദ്ബറ ജമീഅൻ. ഒരാൾ മുന്നിട്ടാൽ പൂർണ്ണമായി മുന്നിടുകയും പിന്നിട്ടാൽ പിന്തിരിയുകയും ചെയ്യുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണമാണ് പറയുന്നത്. عن موسى بن مسلم مولى ابن تقارب عن أبي هريرة رضي الله عنه أنه ربما حدث عن النبي صلى الله عليه وسلم فيقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഹദ്ദസനീഹി അഹ്ദബു ശുഫ്രൈൻ അബിയദുൽ കശ്ഹൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കര എന്താണ് പറയാ, ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായത് ആളുകൾ മുമ്പിൽ ഒരു അഴഞ്ഞു കൊഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നില്ല, സ്റ്റഡിയായി നിൽക്കുന്ന ഒരാളായിരുന്നു എന്ന് എന്നിട്ട് പറയാൻ ഇദാ അഖ്ബല ജമീഅൻ, ഒരാളുകളിലേക്ക് മുന്നിടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി ശരിയായ രീതിയിൽ മുന്നിട്ട് നിൽക്കുമായിരുന്നു. വഇദാ അദ്ബറ ജമീഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു പോവുകയാണെങ്കിൽ പൂർണ്ണമായി തന്നെ തിരിഞ്ഞു പോകുന്ന ഒരു ആളായിരുന്നു. ലം തറഅയ്നുൻ മിസ്ല വലൻ തറാഹു, ഒരു കണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാളെ കണ്ടിട്ടുണ്ടാകില്ല. അതായത് ഇത് ഈ കിതാബിൽ കൊടുക്കാനുള്ള കാരണം ഉലമാക്കൾ പറയുന്നത്, ആളുകളോട് സംസാരിക്കുമ്പോൾ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരത്തിന്റെ രീതി എങ്ങനെയായിരുന്നു? ആ വാക്കിൽ ഒരു ദ്വയാർത്ഥം വരുന്ന വാക്കുകൾ ഉണ്ടാവില്ല. ഇപ്പൊ ചില ആളുകൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടാവും, എന്ത് പറയുമ്പോഴും രണ്ടർത്ഥത്തിലായിക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ. അതല്ലെങ്കിൽ ചില ആളുകൾ സംസാരിക്കുമ്പോൾ സംസാരം വ്യക്തമാവൂല, അഴഞ്ഞു കുഴഞ്ഞു കളിക്കുന്ന രീതിയിലാണ് ആളുകൾ സംസാരിക്കുക ചില ആളുകൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെ പറ്റി സഹാബികൾ പറഞ്ഞത് കാണാം, വാക്കുകൾ എടുത്ത് അടുക്കിപ്പറിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംശയമില്ലാത്ത രീതിയിൽ കൃത്യതയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാറുണ്ട്. അപ്പൊ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തിലെ ഒരു രീതിയായിരുന്നു, ആളുകളിലേക്ക് തിരിയുകയാണെങ്കിൽ സ്റ്റഡി ആയിക്കൊണ്ട് നേരാവണ്ണം തിരിഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു. അവർ തിരിഞ്ഞു പോവുകയാണെങ്കിൽ അതുപോലെ ഏതൊരു കാര്യത്തിലും ഒരു അഴഞ്ഞു കുഴഞ്ഞു നിൽക്കാതെ ഒരു സ്റ്റഡിയായി നിൽക്കുന്ന ഒരു പെർഫെക്ഷൻ, ആ രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു സഹാബി ബറാ റളിയല്ലാഹു അൻഹു ധരിക്കുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വജ്ഹൻ വഅഹ്സനഹു ഖൽഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള മുഖമുള്ളതും ഏറ്റവും ഭംഗിയുള്ള സൃഷ്ടിപ്പുള്ള ആളുമായിരുന്നു. രൂപം കൊണ്ടും മുഖം കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം ഏറ്റവും നല്ല അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു റിവായത്തിലും കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഉറച്ച രീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു സ്റ്റഡി ആയിക്കൊണ്ട് ഒരു അഴഞ്ഞു കുഴഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാണ്. അപ്പൊ ഇത് ഇവിടെ പറയാനുള്ള കാരണം, ആളുകളായിട്ട് ഇടപഴകുമ്പോൾ ആ ഒരു കൃത്യതയോട് കൂടി ഇടപഴകുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ഹദീസ്, ബാബുൽ മുസ്തശാർ മുഅ്തമിനുൻ.
ആരോടെങ്കിലും ഒരു കാര്യം നമ്മൾ ഇഷാറത്ത് കൂടിയാലോചിക്കുന്നുണ്ട് എങ്കിൽ അയാൾ വിശ്വസ്തനായിരിക്കണം, അയാൾ വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം. കൂടിയാലോചിക്കപ്പെടുന്ന ആൾ, അപ്പൊ ഞാൻ നിങ്ങൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം കൂടിയാലോചിക്കുകയാണെങ്കിൽ ആ കൂടിയാലോചിക്കപ്പെടുന്ന വ്യക്തി ഈ വ്യക്തിയോട് ആരാണോ വന്നിട്ടുള്ളത് അയാളോട് വിശ്വസ്തത കാണിക്കുന്ന ആളായിരിക്കണം എന്നുമായി ബന്ധപ്പെട്ടുള്ള ഹദീസാണ്. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم لأبي هيثم അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹൈസം എന്ന സ്വഹാബിയോട് പറയുകയുണ്ടായി. ഇതൊരു സംഭവമാണ്. ആ സംഭവം പറഞ്ഞിട്ട് ഈ ഹദീസ് വായിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒന്നുകൂടി പറയുന്നത് മാത്രം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അപ്പോൾ ചോദിച്ചു, മാ ജാഅ ബിക യാ അബൂബക്കർ, എന്താ അബൂബക്കർ നീ ഇങ്ങനെ പുറത്തു വന്നിട്ടുള്ളത്? അപ്പോൾ അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ്തു അൽഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും മുഖത്തേക്ക് നോക്കാനും സലാം പറയാനും വന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കാത്തു നിന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വഴി വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഉമറെ നീ വന്നിട്ടുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അൽ ജൂ യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി വിശന്നിട്ട് പുറത്തിറങ്ങിയതാണ്, വിശന്നിട്ട് കഴിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് പറഞ്ഞു. പിന്നെ ഞാൻ എന്തെങ്കിലും കിട്ടുമോ, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും കൂടി ഈ അബുൽ ഹൈസം, നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്ന അൻസാരിയാണ്. അങ്ങനെ ആ വീട്ടിൽ പോകാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സ്വഹാബിക്ക് ധാരാളം ഈന്തപ്പനകളും അതുപോലെ ആടുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്ന് ആ വീട്ടിലേക്ക് വന്നു. അപ്പൊ പക്ഷെ ജോലിക്കാരനൊന്നും വെച്ചിട്ടില്ല, ജോലിക്കാരനൊന്നുമില്ല. വീട്ടിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ പത്നിയാണ് വീട്ടിലുള്ളത്. അപ്പൊ എവിടെ അബൂ ഹൈസം എവിടെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വെള്ളം എടുക്കാൻ വേണ്ടി, ഞങ്ങൾ ജോലിക്കാരനില്ല, വെള്ളം എടുക്കാൻ വേണ്ടി ഇന്നൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, വെള്ളം കൊണ്ടുവരാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 പേര്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ, ഈ ഉമ്മത്തിലെ നബിയും അതുപോലെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്, അവരവിടെ കാത്തുന്നു. അങ്ങനെ ഈ സ്വഹാബി വന്നു. ഈ സ്വഹാബി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറെയും ഉമറിനെയും റളിയല്ലാഹു അൻഹും അവരെ കണ്ടപ്പോൾ അവർക്ക് ഈത്തപ്പഴം, റുത്തബ്, പാകമായതും എന്നാൽ പാകമാകുന്നതിന് മുമ്പുള്ള പാകത്തിലുള്ളതുമായിട്ടുള്ള ഈത്തപ്പഴം കൊണ്ടുവന്നു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പാകമായത് മാത്രം എടുത്താൽ മതിയായിരുന്നില്ലേ? സ്വഹാബി പറഞ്ഞു, നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി 2 കൂടി കൊണ്ടുവന്നതാണ്. അങ്ങനെ വെള്ളവും കൊടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ വല്ലദീ നഫ്സി ബിയദിഹി മിനൻ നഈം, ഈ അല്ലാഹു ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് അനുഗ്രഹമാണ്. അല്ലദീ തുസ്അലൂന അൻഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ചോദിക്കുന്നത്. ളില്ലുൻ ബാരിദുൻ, എന്റെ ഇടയ്ക്ക് വിരിപ്പ് വിരിച്ചെടുത്തിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ളില്ലുൻ ബാരിദുൻ, തണുപ്പുള്ള തണൽ ലഭിച്ചു. വറുതബൻ ത്വയ്യിബുൻ, നല്ല പാകമായ വിശിഷ്ടമായ ഈത്തപ്പഴം ലഭിച്ചു. വമാഉൻ ബാരിദുൻ, തണുത്ത വെള്ളം ലഭിച്ചു. ഇത് നാളെ അല്ലാഹു തആല ചോദ്യം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഈ അബൂൽ ഹൈസം, ഈ സഹാബി എന്ത് ചെയ്തു? ഒരു ആടിനെ അറക്കാൻ വേണ്ടി പോയി. ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആടിനെ അറക്കാൻ പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കറവയുള്ള ആടിനെ നീ അറക്കരുത് എന്ന് പറഞ്ഞു. വേറൊരു നല്ലൊരു ആടിനെ കൊണ്ടുവന്ന് അറുത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു നൽകി. ഇതാണ് സംഭവം. അതിന് ശേഷമാണ് ഈ ഹദീസിന്റെ ഭാഗം ഇനി അത് പറയാൻ. എന്നിട്ട് അങ്ങനെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബുൽ ഹൈസമിനോട് ചോദിച്ചു, ഹല്ലക ഖാദിമുൻ, നിനക്ക് വല്ല ജോലിക്കാരുണ്ടോ ചോദിച്ചു. ഖാല, അപ്പോൾ സഹാബി പറഞ്ഞില്ല, ഇല്ല എനിക്കില്ല എന്ന് പറഞ്ഞു. ഖാല ഫൈദാ അതാനാ സബ്യുൻ ഫഅതിനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ അടുക്കൽ എപ്പോഴെങ്കിലും തടവുകാർ വരുമ്പോ, യുദ്ധത്തിൽ ബന്ധിതരായിട്ട് ആളുകളെ പിടിക്കുമ്പോൾ അതിൽ 5-1 ആർക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളതായിരിക്കും. അപ്പോ അങ്ങനെ ബന്ധിതരായിട്ട് ആളുകൾ വരുമ്പോ നീ നമ്മുടെ അടുക്കലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഫൗതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഅസൈൻ ലൈസ മഅഹുമാ സാലിസ്, അങ്ങനെ 2 അടിമകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടി, ബന്ധിതരായിട്ടുള്ളവരെ കിട്ടി. ഫതാഹു അബുൽ ഹൈസം, അപ്പൊ ആ സമയത്ത് അബുൽ ഹൈസം വന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ് ഇങ്ങോട്ട് ഒരാൾ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ 2 അടിമകൾ എത്തിയപ്പോൾ ഈ സഹാബി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തർ മിൻഹുമാ, അവരിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള ആളെ നീ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇഖ്തർ ലി, റസൂലേ നിങ്ങൾ എനിക്ക് തെരഞ്ഞെടുത്ത് തന്നാൽ മതി. 2 അടിമകളുണ്ട്, അതിൽ ആരെ വേണമെന്നുള്ള നിങ്ങൾ തെരഞ്ഞെടുത്ത് തന്നാൽ മതി പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസ്തശാറ മുഅ്തമിനുൻ, ഒരു കാര്യം ആരോടെങ്കിലും നമ്മൾ കൂടിയാലോചിക്കുന്നുണ്ടെങ്കിൽ, ആരോടാണോ കൂടിയാലോചിക്കപ്പെട്ടിട്ടുള്ളത് അവൻ എന്തായിരിക്കണം? വിശ്വസ്തത കാണിക്കണം.
സത്യസന്ധമായിട്ടായിരിക്കണം. അപ്പൊ നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു വിഷയം കൂടിയാലോചിക്കാൻ വരികയാണെങ്കിൽ അതിലേറ്റവും സത്യസന്ധമായിട്ടുള്ള വിശ്വസ്തയോടുകൂടിയുള്ള മറുപടിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിച്ചത് നിങ്ങൾ തിരഞ്ഞെടുത്ത് തന്നാൽ മതി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഖുദ് ഹാദാ, ഒരാളെ കാണിച്ചിട്ട് പറഞ്ഞു ദാ ഇന്ന ആളെ നീ എടുത്തോ. ഫഇന്നി റഅയ്തുഹു യുസല്ലി, കാരണം ഈ അടിമ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിസ്കരിക്കുന്ന ആളാണ്. വസ്തൗസി ബിഹി ഖൈറ, അവനോട് നീ നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു, അവനോട് നീ നല്ല രീതിയിലാവുക എന്ന് പറഞ്ഞു. ഫഖാലത്ത് ഇംറഅതുഹു, അങ്ങനെ ഈ അബുൽ ഹൈസം ഈ അടിമയെ കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇങ്ങനെ റസൂലുള്ളാഹി നല്ല രീതിയിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു മാ അൻത ബിബാലിഗിൻ മാ ഖാല ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അൻ തുഅതിഖഹു, അവനോട് നല്ല രീതിയിൽ നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അടിമയെ മോചിപ്പിച്ചാലല്ലാതെ എന്താവൂല. ഒരു അടിമയോട് ഏറ്റവും ചെയ്യുന്ന നന്മ എന്താണ്? അവനെ സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്താലല്ലാതെ അത് പൂർത്തിയാവില്ല എന്ന് പറഞ്ഞു, ഭാര്യ പറഞ്ഞതാണ്. ഖാല, അപ്പോൾ ഈ സഹാബി പറഞ്ഞു ഫഹുവ അതീഖുൻ, ഞാൻ അവനെ മോചിപ്പിച്ചിരിക്കുന്നു, അവൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ ലം യബ്അസ് നബിയൻ വലാ ഖലീഫതൻ, അല്ലാഹു തആല ഒരു നബിയെയോ അല്ലെങ്കിൽ ഒരു ഖലീഫയെയോ ഒരു നേതൃസ്ഥാനത്തെയോ ഒരാളെ ആക്കുന്നില്ല. ഇല്ലാ വലഹു ബിതാനതാൻ, രണ്ട് കാര്യങ്ങൾ അവർക്ക്. ബിതാനത്ത് എന്ന് പറഞ്ഞാൽ സാഹിബുസിർ, അവർക്ക് സ്വകാര്യമായുള്ള വിഷയങ്ങളിൽ ഉപദേശങ്ങൾ നൽകുന്ന പിന്താങ്ങുന്ന ആളുകളാക്കി രണ്ട് രീതിയിൽ ആളുകളില്ലാതെ ഒരു നബിയോ ഖലീഫമാരോ നേതാക്കന്മാരോ ഉണ്ടാവുന്നില്ല. ബിതാനത്തുൻ തഅ്മുറുഹു ബിൽ മഅറൂഫ് വതൻഹാഉ അനിൽ മുൻകർ, ഒന്നാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി ആലോചിക്കുമ്പോൾ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതുമായിട്ടുള്ള ആളുകൾ. വബിതാനത്തുൻ ലാ തഅലുഹു ഖബാല, രണ്ടാമത്തെ കൂട്ടർ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. വമയ്യൂഖ ബിതാനത്തുസ്സു ഫഖദ് ഉഖിയ, മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കൂടി ആലോചിക്കുമ്പോൾ മോശപ്പെട്ട അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത് അവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോ കൂടി ആലോചിക്കുമ്പോൾ അത് വിശ്വസ്തയോടുകൂടി പറയണം. അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ. അല്ലാതെ പറയുന്ന ആളുകൾ ഉണ്ടാവും, അവിടുന്ന് രക്ഷപ്പെട്ടവരാണ് രക്ഷപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇത് പറയാനുള്ള കാരണം ഈ ഭാര്യ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല നിസ്കരിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. രണ്ടാമത് തന്റെ ഭാര്യ ആ വിഷയത്തിൽ ഉപദേശം നൽകിയപ്പോൾ ഏറ്റവും നല്ല റസൂലുള്ളാഹി നല്ല രീതിയിൽ നോക്കണം എന്ന അടിമയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ അടിമയെ മോചിപ്പിക്കലാണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ചു. കാരണം ഒരു അടിമ എന്ന് പറഞ്ഞാല് ആ ഭാര്യക്ക് വീട്ടിൽ ജോലിക്കൊക്കെ ഒരാളാവുകയാണ്. പക്ഷേ റസൂലുള്ളാഹി നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മോചിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായി. അപ്പൊ ഈ ഹദീസിൽ ഉൾക്കൊണ്ടേണ്ട പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി ആലോചിക്കുമ്പോൾ ആ കൂടി ആലോചിക്കപ്പെടുന്നവൻ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. ഇനി ആളുകൾ രണ്ട് രീതിയിലുണ്ടാവും, നന്മ ഉപദേശിക്കുന്ന ആളുകളുണ്ടാവും, അതല്ലാതെ കൂടി ആലോചിക്കുമ്പോൾ ദോഷം പറയുന്ന ആളുകളുണ്ടാവും. ഈ ദോഷം പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ് യഥാർത്ഥ രൂപത്തിൽ രക്ഷപ്പെട്ടവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അടുത്ത ഹദീസുകൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നോക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.